നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിലെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റഫീഖ ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. സാധാരണയായിട്ട് ഗർഭാവസ്ഥ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെയാണ്? പ്രഗ്നൻസി നോർമലി ഒരു നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷനായിട്ടാണ് കാണപ്പെടുന്നത്. സാധാരണ ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എല്ലാ സിസ്റ്റത്തിലും സംഭവിക്കാറുണ്ട്. എന്നാൽ ചില പ്രഗ്നൻസീസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും മാറാറുണ്ട്. ചില കണ്ടീഷൻസ് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് പ്രീ പ്രഗ്നൻസി ആയിട്ട് തന്നെ, അതായത് ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം. ചിലർക്ക് പ്രഗ്നൻസി ആയതിനു ശേഷമായിരിക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ പ്രഗ്നൻസീസിനെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നാണ് പൊതുവെ ലേബൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗർഭിണിയാവുന്നതിന് മുന്നേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ ചികിത്സിച്ച് അതിൻ്റെ കണ്ടീഷൻസ് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി ആവാൻ പാടുള്ളൂ. എന്തൊക്കെ ആരോഗ്യ പ്രശ്നം ഉള്ളവരിലാണ് ഹൈ റിസ്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്? ഉദാഹരണമായിട്ട് ഡയബറ്റീസ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് വളരെ കോമൺ ആയിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായിട്ട് കാണുന്നത്, അനീമിയ, പ്രീവിയസ് പ്രഗ്നൻസീസിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുള്ളവർ, എപ്പിലെപ്സി പോലെയുള്ള അസുഖങ്ങളുള്ളവർ, ഹാർട്ടിന് അസുഖങ്ങളുള്ളവർ, യൂട്രസിൽ ഫൈബ്രോയിഡ്സ്, ഓവറി സിസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവർ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി ഗ്രൂപ്പിൽ, അവർ കൺസീവ് ആയിക്കഴിഞ്ഞാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ ഖത്തറിൽ നിന്ന് എന്റെ ഭാര്യയുടെ കാര്യമായിട്ടാണ് ഡോക്ടർ. ഞങ്ങൾ 9 വർഷത്തെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അവള് പ്രഗ്നന്റ് ആയി. അത് അബോർഷൻ ആയിട്ട് 2.5 മാസം കഴിഞ്ഞിട്ട് 5ാം മാസത്തില് അല്ല, അത് 2.5 മാസം പ്രഗ്നന്റ് ആയി. അത് അബോർഷൻ ആയി. ഓക്കെ. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു 8 മാസം കഴിഞ്ഞ വീണ്ടും പ്രഗ്നന്റ് ആയി. 3 മാസവും 18 ദിവസമായി. 18 ദിവസം. ഹലോ. വീണ്ടും അവൾ പ്രഗ്നന്റ് ആയിട്ട് 3 മാസവും 18 ദിവസമായി. ഇപ്പൊ അവൾക്ക് പ്രശ്നം വെച്ചാല് ഡിസ്ചാർജ് ഉണ്ട്. പിന്നെ റൈസ്പിറേഷന്റെ ചെറിയ സിസ്റ്റം പറയുന്നത് പക്ഷെ അത് ഡോക്ടറെ കാര്യം കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നല്ല പെയിനാണ് റൈറ്റ് സൈഡില്, ലെഫ്റ്റ് സൈഡില് കഴിഞ്ഞ് നടക്കുമ്പോൾ. അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഹലോ. ഈ പറഞ്ഞ പോലെയുള്ള പ്രഗ്നൻസിയും ഈ 9 വർഷം 10 വർഷമൊക്കെ ആവാതിരുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് ശേഷമോ അല്ലാതെയൊക്കെ ആവുന്ന പ്രഗ്നൻസീസും നമ്മൾ പറഞ്ഞ പോലെയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഈ നമുക്ക് ഇവരുടെ ഏജ് അറിയില്ല. പ്രഗ്നൻസിയിൽ മദറിൻ്റെ ഏജും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള മദേഴ്സ് ആണെങ്കിൽ അവർക്കും ഈ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഈ പെയിൻ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻസിയിൽ പെയിൻ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ ചെക്കപ്പിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ, വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതെല്ലാം തന്നെ സ്ക്രീൻ ചെയ്യണം. പിന്നെ ഇവർക്ക് അൾട്രാസൗണ്ട് നോക്കണം. ഓവറി സിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെയിൻ ഉണ്ടാകാം. ഓവറി ടോർഷൻ ഉണ്ടായാൽ പെയിൻ ഉണ്ടാകാം. ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ പെയിൻ ഉണ്ടാവാം. പിന്നെ യൂട്രസ് വികസിക്കുകയാണെങ്കിൽ പെയിൻ ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻസിയിൽ പെയിൻ ഉണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കണം. അതിനുള്ള ചികിത്സ ചെയ്യുകയും വേണം. ചിലർക്ക് രക്തസ്രാവം കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രഗ്നൻസിയിൽ പല സ്റ്റേജിലും രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസി തുടക്കത്തിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാവാം. പിന്നെ അതിന് ശേഷവും 2ാമത്തെ ട്രൈമസ്റ്ററിലും 3ാമത്തെ ട്രൈമസ്റ്ററിലും ഒക്കെയും തന്നെ രക്തസ്രാവം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ഇനീഷ്യലി വരുന്നതിന് ഒരു ത്രട്ടൻഡ് അബോർഷൻ എന്ന് പറയും. ചിലപ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അത് പ്ലസൻ്റ താഴോട്ട് വരുന്നത്, താഴെയാണ് പ്ലസൻ്റ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പ്രഗ്നൻസിയിൽ ഏർലി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. പിന്നെ അഡ്വാൻസ് പ്രഗ്നൻസിയിലും പ്ലസൻ്റ സെപ്പറേറ്റ് ചെയ്ത് പോയാൽ അബ്രപ്ഷൻ എന്ന് പറയും. നോർമലി പ്ലസൻ്റ ഡെലിവറി കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ സംഭവിച്ചു പോകുന്നതിന് അബ്രപ്ഷ പ്ലസൻ്റ എന്ന് പറയും. അങ്ങനെ വരുമ്പോഴും പിന്നെ പ്ലസൻ്റ പ്രീവിയ, പ്ലസൻ്റ യൂട്രസിൻ്റെ താഴ്ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില ഗർഭിണികളിൽ ഗർഭപാത്രത്തിന് ബലക്കുറവ് കണ്ടുവരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
ഗർഭപാത്രത്തിന് ബലക്കുറവെന്ന് ഉദ്ദേശിക്കുന്നത് സെർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയും. യൂട്രസിൻ്റെ താഴ്ഭാഗം ഗർഭാശയ മുഖം അത് സാധാരണഗതിയിൽ അതിനൊരു പ്രത്യേക ലെങ്ത് ഉണ്ടാവണം, അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കണം. ഡെലിവറിയുടെ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്താണ് യൂട്രസ് അഥവാ ഈ ഗർഭാശയ മുഖം വികസിക്കുന്നതും അത് തുറന്ന് കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നെയാണ് അത് തുറക്കുന്നത്. ഇത് വളരെ നേരത്തെ ആയി പോയി കഴിഞ്ഞാൽ പ്രിമച്ചുറായിട്ട് ഡെലിവറി ആവാനുള്ള റിസ്ക് ഉണ്ട്. നേരത്തെ ഫ്ലൂയിഡ് ലീക്ക് വരാം, കുഞ്ഞ് നേരത്തെ പുറത്ത് വരാം. ഇങ്ങനെ വരുമ്പോഴത് ശരിക്കും സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസോ സെർവൈക്കൽ ഇൻസഫിഷ്യൻസി ആണോ എന്ന് നമ്മൾ പ്രോപ്പർലി അസസ് ചെയ്ത് അത് കണ്ടുപിടിച്ചാൽ പ്രഗ്നൻസിയിൽ ഈ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെർവിക്സിൽ സ്റ്റിച്ച് ഇടാറുണ്ട്. അതിന് സെർവൈക്കൽ എൻസർക്ലേജ് എന്ന് പറയും. അതാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ ഒറ്റപ്പാലത്തുനിന്നാണ്. ഞാൻ 2 മാസം ഗർഭിണിയായ ഒരു കുട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചേ. 2 മാസം ഗർഭിണിയായ കുട്ടിയുടെ കാര്യം. 2 മാസം ആയിട്ടില്ലോ. നമ്മള് ഫുഡൊക്കെ എന്താ കൊടുക്കേണ്ടത്? പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയാണ് ആ ചോദ്യം. പ്രഗ്നൻസിയിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഹൈ കാലറി ഡയറ്റ്, സാധാരണ ഒരു ഹെൽത്തി ഫുഡ്, ഫൈബർ കണ്ടൻറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ തന്നെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓയിലി ഫുഡ്, ഫാറ്റി ഫുഡ്, കുഴപ്പമുള്ള ആഹാരങ്ങൾ, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയും അവോയ്ഡ് ചെയ്യുക. ആഡഡ് സോൾട്ട്സും ആഡഡ് സ്വീറ്റ്സും അവോയ്ഡ് ചെയ്യുക. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങളാണ് പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ബിന്ദു ആണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഡോക്ടർ, അത് 7 മാസം തുടങ്ങാൻ പോന്ന്. സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് കിഡ്നിക്ക് ചെറിയ നീർക്കെട്ടുണ്ട് പറഞ്ഞ്, അത് കാര്യമായ എന്തെങ്കിലും അസുഖമാണോ കുട്ടിക്ക്? ഈ പ്രഗ്നൻസിയിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഫീറ്റൽ അനോമലിയാണ് കുഞ്ഞിൻ്റെ കിഡ്നിക്ക് വീക്കം വരിക. അത് റീനൽ പെൽവിസ് ഡയലറ്റേഷൻ എന്ന് പറയും. അത് പ്രഗ്നൻസിയുടെ ഓരോ സ്റ്റേജിലും ഒരു കട്ട് ഓഫ് വാല്യൂ ഉണ്ട്. ഇത്ര മില്ലിമീറ്ററിന് അപ്പുറമാണെങ്കിൽ അത് കൂടുതലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് പ്രഗ്നൻസിയിൽ അതൊരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാത്തൊരു കണ്ടീഷനാണത്. നമ്മൾ മോണിറ്റർ ചെയ്യും. ആ പ്രഗ്നൻസി സീരിയലായിട്ട് സ്കാൻ ചെയ്തിട്ട് ഈ കിഡ്നിയുടെ വീക്കം അഥവാ റീനൽ പെൽവിസ് ഡയലറ്റേഷൻ എത്രമാത്രം കൂടുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യും. അതിന് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ യൂറിൻ വരുന്ന നാളിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീക്കം ഉണ്ടാകാം. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാൻ ചെയ്ത് നോക്കി പിന്നെ വേറെ എന്തെങ്കിലും അനോമലി അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ, ക്രോമസോമലായിട്ടുള്ള എന്തെങ്കിലും ജനിതകമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ അസോസിയേറ്റഡ് അനോമലീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇതൊന്നുമില്ല, ഈ വെറും വീക്കം മാത്രമാണുള്ളെങ്കിൽ അത് സീരിയലി ഫോളോ അപ്പ് സ്കാൻ ചെയ്യുകയും ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ സ്കാൻ നോക്കുകയും ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുകയാണ് വേണ്ടത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, അപസ്മാരമുള്ള അമ്മമാർ അവർ ഗർഭിണിയായി കഴിയുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ അപസ്മാരമുള്ളവർ ഗർഭിണിയാകുമ്പോൾ അത് വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ആവേണ്ടത്. അപ്പോൾ അവർ കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും. അപ്പോൾ കല്യാണം കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴോ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും മരുന്ന് ഡോസ് അതിൻ്റെ ടൈപ്പ് ഓഫ് മരുന്നൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. കാരണം ചില ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് പ്രഗ്നൻസിയിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കാവുന്നതായിരിക്കും. അപ്പോൾ അത് ചിലത് വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഒരുപാട് ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗിലേക്ക് മാറുകയും പിന്നെ ഫോളിക് ആസിഡ് ഈ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് അഥവാ തലച്ചോറിനും നട്ടലിനുമൊക്കെ ഡിഫക്റ്റ് വരാനുള്ള റിസ്ക് ഉണ്ട് ഈ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് എടുക്കുന്ന മദേഴ്സിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ ഈ ഫോളിക് ആസിഡ് കഴിക്കുകയും മെഡിസിൻ ചേഞ്ച് ചെയ്ത് പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള മെഡിസിനിലേക്ക് മാറുകയും അതിൻ്റെ കറക്റ്റ് ഡോസും കറക്റ്റ് ടൈമിലും കഴിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോളർ കോഡ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? സാർ, ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. സാർ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. എൻ്റെ വൈഫിന് 25 വയസ്സുണ്ട്. വൈഫിന് ഷുഗർ ഉണ്ട്, അതായത് ഇൻസുലിൻ എടുത്തിട്ടിരിക്കുകയാണ്. ചില നേരം ലോ ആവും, ഹൈപ്പോ അടിക്കും, ചില നേരം ഹൈ ആവും. എങ്കിലും ഒരു 170, 200, 220 ആ റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്റെ വൈഫ് പ്രഗ്നന്റ് ആവുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞുങ്ങളുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുമോ? കുഞ്ഞിന് ഉണ്ടായാൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു.
ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. അത് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടാകാം, പ്രഗ്നൻസി ആയതിനു ശേഷം കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ കേസിൽ ഇതിപ്പം ഡയബറ്റിക് ആണ്. അപ്പോൾ ഡയബറ്റിക് ആണെന്ന് അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് കൺട്രോൾ ആയിട്ടേ പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. ഡയബറ്റീസ് ഈ പറഞ്ഞ 200, 250 അല്ല 150 ഷുഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷുഗർ ലെവൽ പ്രഗ്നൻസി ആകാൻ പാടില്ല. പ്രോപ്പറായിട്ട് ഒരു എൻഡോക്രോളജിസ്റ്റിനെ കണ്ട് ഡയബറ്റീസ് നല്ല വെൽ കൺട്രോൾഡ് ആയിരിക്കണം. ഹിമോഗ്ലോബിൻ A1Cയും ഷുഗേഴ്സും ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഇൻസുലിനോ ടാബ്ലറ്റ്സോ എന്താണെന്ന് വെച്ചാൽ അത് ഡോസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷുഗർ നോർമൽ ആയതിനു ശേഷം കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു നോർമൽ പ്രഗ്നൻസിക്കും ഉള്ള റിസ്ക് മാത്രമാണ് അവർക്കുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഇവർക്ക് ഷുഗർ കൂടാനുള്ള റിസ്ക് ഉണ്ട് പ്രഗ്നൻസിയിൽ. അപ്പോൾ വീണ്ടും റെഗുലറായിട്ട് ഡെയിലി ഷുഗർ മോണിറ്ററിങ്ങും ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ആവശ്യം. ഈ ഡയബറ്റിക് പ്രഗ്നൻസീസിൽ കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൺട്രോൾഡ് അല്ലെങ്കിൽ. കൺട്രോൾഡ് ആണെങ്കിൽ സാധാരണ പോലുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റും ഹാർട്ടിന് വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉള്ള ലേഡീസ് കൺസീവ് ആയാൽ കൂടുതലാണ്. ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ആയതിനു ശേഷം ഫോളിക് ആസിഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഷുഗർ ലെവൽ നോർമലായതിനു ശേഷം കൺസീവ് ആയിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഗർഭാവസ്ഥയിലെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്താതി സമ്മർദ്ദമുള്ള അമ്മമാർ ഗർഭാവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഹൈ ബ്ലഡ് പ്രഷർ ബിഫോർ പ്രഗ്നൻസിയിലുള്ളതിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് പ്രഗ്നൻസി ആയതിനു ശേഷം. ഇപ്പോൾ പ്രഗ്നൻസിയിൽ BP കൂടുകയാണെങ്കിൽ അതൊരു വളരെ സീരിയസ് കണ്ടീഷനായിട്ടാണ് എടുക്കുന്നത്. മദറിന് BP കൂടിക്കഴിഞ്ഞാൽ പല ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാർഡിയക് ഫെയിലിയർ, കിഡ്നിയെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഫിറ്റ്സ് പോലെയുള്ള എക്ലാംസിയ എന്ന് പറയും, ഫിറ്റ്സ് പോലെയുള്ള സീരിയസ് കണ്ടീഷൻസിലേക്ക് വരെ പോകാം അത്. അതുപോലെ തന്നെ കുഞ്ഞിനും ഇതിനോട് സംബന്ധമായിട്ട് യൂട്രസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും കുഞ്ഞിന് വളർച്ച കുറയും, കുഞ്ഞിന് കവർ ചെയ്യുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കുറയും, പ്രിമച്ചുറായിട്ട് ഡെലിവറി ആവാനുള്ള റിസ്ക് ഇതെല്ലാം കൂടുതലാണ് ഹൈ BP ഉള്ളവർക്ക്. ഇപ്പോൾ BP കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിലൊരു മോഡറേറ്റ് BP ഒക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ പ്രഗ്നൻസിയിൽ BP വളരെ വെൽ കൺട്രോൾ, നേരത്തെ ഡയബറ്റീസ് പറഞ്ഞതുപോലെ തന്നെ BP വളരെ കൺട്രോൾഡായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഈ BP ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ അതിലേക്കുള്ള ടെസ്റ്റുകളും ചെയ്ത് നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു യങ് ലേഡിക്ക് BP വരുന്നത്? പ്രഗ്നൻസിയിൽ മാത്രമായിട്ട് വരുന്ന BP ഉണ്ട്, ഗെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതല്ലാതെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടോ മറ്റ് പല കാരണങ്ങളും കൊണ്ടോ BP വരാം. എന്താണെന്നത് കണ്ടുപിടിക്കുകയും അത് പ്രോപ്പറായിട്ടത് ട്രീറ്റ് ചെയ്യുകയും വേണം. ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഗർഭിണിയാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നേ അറിയാമെങ്കിൽ അത് നോക്കിയിട്ട് പല കണ്ടീഷൻസിനും ചിലപ്പോൾ പ്രഗ്നൻസി ആകാൻ പാടില്ലാത്ത കണ്ടീഷൻസ് തന്നെയുണ്ട്. കാരണം പ്രഗ്നൻസി വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് തന്നെ എത്തിക്കാനുള്ള സീരിയസ് ഹാർട്ട് ഡിസീസസ് ഉള്ളവർ പലപ്പോഴും പ്രഗ്നൻസി ആകാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് എക്കോ ചെയ്ത് എന്ത് ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസാണ്, അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മുന്നേ വേണം. അപ്പോൾ ഹൃദയ വാൾവൊക്കെ വളരെ ചുരുങ്ങിയിരിക്കുന്നതാണെങ്കിൽ പലപ്പോഴും അത് പ്രഗ്നൻസിയിൽ വളരെ സീരിയസ് ഒരു അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷമേ പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. പിന്നെ പ്രഗ്നൻസി ഹാർട്ട് ഡിസീസ് പ്രഗ്നൻസിയിൽ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമാണ്. ഇതും ഒരു കമ്പൈൻഡ് ഒരു കാർഡിയോളജിസ്റ്റും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ടീമായിട്ടാണ് ഇങ്ങനത്തെ പ്രഗ്നൻസീസ് മാനേജ് ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? കോൾ കട്ടായെന്ന് തോന്നുന്നു. മറ്റെന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് നയിക്കുന്നത്? മറ്റു പലതും അനീമിയ, വളർച്ച ഉണ്ടാകുന്നതും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ നമുക്ക് ഇപ്പം ഒരുപാട് കണ്ടുവരുന്നത് ഈ SLE പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അത് ഇന്ന് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ബോഡിയിലെ സെൽസിന് എഗൻസ്റ്റായിട്ട് ബോഡിയിൽ തന്നെ ആൻറ്റിബോഡീസും ഉണ്ടാകുന്നു. അപ്പോൾ അത് കാരണം സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ബോഡിയിലുണ്ടാകുന്നു. അതും എല്ലാ മൾട്ടി ഓർഗൻ ബോഡിയിലെ പല ഓർഗൻസിനെയും ഒരേപോലെ അഫക്റ്റ് ചെയ്യാവുന്ന അസുഖങ്ങളാണ് ഇങ്ങനെയുള്ളത്. ഇതും അതുപോലെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് സ്റ്റീറോയിഡ്സും ഹെപ്പറിനും ആസ്പിരിനും ഒക്കെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടി വരും. ഇത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം.
അല്ലെങ്കിൽ ബ്ലഡിൽ ക്ലോട്ട് ഫോം ചെയ്ത് സ്ട്രോക്കോ അതുപോലെയുള്ള കണ്ടീഷൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരും വളരെ കെയർഫുള്ളായിട്ട് തന്നെ പ്രഗ്നൻസിയെ കാണേണ്ടതാണ്. ഇങ്ങനെയുള്ളവർക്ക് ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിങ് വേണം. മദറിനും ബേബിക്കും തന്നെയും റിസ്ക് ഉണ്ടാക്കാവുന്ന കണ്ടീഷനാണ് ഇതുപോലെയുള്ളത്. പിന്നെ ഉള്ളത് യൂട്രസിൽ ഫൈബ്രോയിഡ്സ് നമുക്ക് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. കാരണം പ്രഗ്നൻസി പലപ്പോഴും അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജിൽ പ്രഗ്നൻസി ആവാറുണ്ട്. 30 വയസ്സിനൊക്കെ ശേഷം പ്രഗ്നൻസി ആകുമ്പോൾ ഫൈബ്രോയിഡ്സ് യൂട്രസിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് 30 വയസ്സിന് ശേഷം. അപ്പം അങ്ങനെയുള്ളൊരു ഒവേറിയൻ സിസ്റ്റ് ഇതൊക്കെ വരുമ്പോൾ പ്രഗ്നൻസിയിൽ പെയിൻ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നേരത്തെ ഒരു കോൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓവറി സിസ്റ്റോ ഫൈബ്രോയിഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് ആദിത്. ഡോക്ടറിനെ ചോദിച്ചോളൂ. ഹലോ, ഞാൻ ദുബായിലാണ് വിളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ഹലോ, കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ, സാധാരണയായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാരണം ഹൈ റിസ്ക് പ്രഗ്നൻസി വരാറുണ്ടല്ലോ. അത്തരം രോഗികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഞാൻ പറഞ്ഞു പോലെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന പല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യും. റിക്കറൻറ്റ് ലോസസ് ആയിട്ടും കുഞ്ഞിന് വളർച്ചക്കുറവായിട്ട് ഹൈ BP ആയിട്ട് അങ്ങനെ പല ഇതിൽ ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് സ്ക്രീൻ ചെയ്ത് ആൻറ്റിബോഡീസ് പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഹെപ്പാരിൻ പോലുള്ള ഇഞ്ചെക്ഷൻസ് ഡെയിലി കൊടുക്കും. ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പാരിനോ അല്ലാതുള്ള ഹെപ്പാരിനോ ഡെയിലി എടുക്കേണ്ടി വരും. ചിലപ്പോൾ സ്റ്റീറോയിഡ്സ് കൊടുക്കേണ്ടി വരും, ആസ്പിരിൻ. ഇതൊക്കെയും തന്നെ ഈ ആൻറ്റിബോഡീസ് ന്യൂട്രലൈസ് ചെയ്യാനും യൂട്രസിലെ ബ്ലഡ് സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യാനും കുഞ്ഞിൻ്റെ വളർച്ചയെ നോർമലാക്കാനും വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അമിതവണ്ണമുള്ള യുവതികൾ ധാരാളമുണ്ട്. അവരുടെ ഒരു ഗർഭാവസ്ഥയും അതിനെ തുടർന്നുണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? അമിതവണ്ണം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പ്രഗ്നൻസിയിൽ. തുടക്കം മുതൽ തന്നെ അബോർഷൻസിന് ചാൻസ് കൂടുതലാണ്, കുഞ്ഞിന് വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദറിന് BP കൂടാനും ഷുഗർ കൂടാനും പ്രിമച്ചുറായിട്ട് ഡെലിവറി ആവാനും പ്രിമച്ചുറായിട്ട് ലീക്കിംഗ് ഉണ്ടാവാനും കുഞ്ഞിന് വെയിറ്റ് കൂടാനും വെയിറ്റ് കുറയാനും ഒക്കെയും തന്നെ അമിതവണ്ണം ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് അമിതവണ്ണം ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ നോർമൽ വെയിറ്റ് ആയതിന് ശേഷം പ്രഗ്നൻസി ആവുന്നതാണ് ഏറ്റവും സേഫ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഏജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഐഡിയലി പറയുന്നെങ്കിൽ 20 to 25 ആണ് ഫസ്റ്റ് പ്രഗ്നൻസി. ബിഫോർ 30 എങ്കിലും പ്രഗ്നൻസി ഫസ്റ്റ് ആവണം. 30 ക്രോസ് ചെയ്യുമ്പോഴും റിസ്ക് കൂടുകയാണ്. അതുപോലെ ടീനേജ് പ്രഗ്നൻസീസും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ ഏജ് കൂടുമ്പോഴും മദറിനുണ്ടാകുന്ന മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ചാൻസ് കൂടുതലാണ്. ഉദാഹരണമായിട്ട് ഷുഗറും BP മറ്റ് അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് ഏജ് ഓവർ ആകുമ്പോൾ. അത് 35 കഴിയുമ്പോഴും 40 കഴിയുമ്പോഴും ആ റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏജ് കൂടുതലുള്ള പ്രഗ്നൻസീസിൽ കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ജനറ്റിക്കായിട്ടുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, ഡൗൺ സിൻഡ്രോം പോലെയുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസീസിൽ. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ചോദിച്ചോളൂ. മാഡം, എനിക്ക് 5 മാസത്തില് സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് സെർവിക്സില്. ചോദിച്ചോളൂ. അപ്പം വീണ്ടും ഒരു ഗർഭിണിയാകുമ്പോ ഇതേപോലത്തെ പ്രശ്നം വരും, സ്റ്റിച്ച് ഇടേണ്ടി വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് സാധാരണ ആദ്യം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസിയിലും സ്റ്റിച്ച് ഇടണം എന്നില്ല. നമ്മളൊരു 12 വീക്സിന് ശേഷം അൾട്രാസൗണ്ട് നോക്കുകയും ഈ സെർവൈക്കൽ ലെങ്ത് അസസ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ ഒരു 2 വീക്സ് കൂടുമ്പോൾ സെർവിക്സിൻ്റെ ലെങ്തും അത് വികസിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും അത് നോർമൽ ലെങ്തും സെർവിക്സ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പ്രഗ്നൻസിയിൽ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം വരത്തില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? കോൾ കട്ടായെന്ന് തോന്നുന്നു മാം. ഗർഭാവസ്ഥയിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് ഭ്രൂണത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. എങ്ങനെയാണ് ഇത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എന്തൊക്കെ ചികിത്സകളാണ് അത്തരം ഘട്ടങ്ങളിൽ നൽകുന്നത്?
ഭ്രൂണത്തിനുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് അത് നമുക്ക് അൾട്രാസൗണ്ടാണ് അതിൻ്റെ മെയിൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പോൾ ഏർലി ആയിട്ട് നമ്മൾ ഒരു അൾട്രാസൗണ്ട് ഒരു 7 വീക്സ് 8 വീക്സ് ആകുമ്പോഴേ യൂഷ്വലി ചെയ്യാറുണ്ട്. നമ്മൾ ഫീറ്റൽ ഡേറ്റിംഗ് സ്കാൻ എത്ര ആഴ്ചയായി വളർച്ച, പിന്നെ എത്ര ഭ്രൂണമുണ്ട്, അതിൻ്റെ പൊസിഷൻ ശരിയാണോ, ഹാർട്ട് ബീറ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു 12 to 14 വീക്സ് ടൈമിലൊരു അൾട്രാസൗണ്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ജനറ്റിക് ആയിട്ടുള്ള, അതായത് ക്രോമസോമലായിട്ടുള്ള ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, മേജറായിട്ടുള്ള അനോമലീസ് ഏകദേശം ഒരു 80-90% മേജർ അനോമലീസ് ഈ സ്കാനിലൂടെ കണ്ടെത്താൻ കഴിയും. അത് കുഞ്ഞിൻ്റെ എല്ലാ അംഗങ്ങൾക്കും വൈകല്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഈ റിസ്ക് കൂടുതലുള്ള പ്രഗ്നൻസീസിൽ. പ്രീവിയസ് അനോമലീസ് അല്ലെങ്കിൽ ഫാമിലിയിൽ അനോമലീസ് ഉള്ള ബേബീസ് ഉള്ളത്, അല്ല നമ്മൾ റിലേഷൻസിൽ മാരേജ് കഴിഞ്ഞ് ആ ഫാമിലിയിൽ തന്നെ വൈകല്യങ്ങളുള്ള കുട്ടികളുള്ളത്, മദറിന് ഹാർട്ട് ഡിസീസ്, പേരൻസിന് അതുപോലെ കൺജന്റലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്, ഇങ്ങനെയൊക്കെ. അതുപോലെ എക്സ്റേ എക്സ്പോഷർ, പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുള്ള, പ്രഗ്നൻസിയിൽ സേഫ് അല്ലാത്ത മെഡിസിൻസ് എടുത്തിട്ടുള്ളത്, പിന്നെ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്രഗ്നൻസീസ്, ഇതൊക്കെയും തന്നെയും ഈ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇതിന് ഈ സ്ക്രീനിങ് സ്കാനിൽ ഒരു നല്ലൊരു ശതമാനം കേസിൽ നമുക്ക് മേജറായിട്ടുള്ള അനോമലീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ബ്രെയിനിനുള്ളതും നട്ടലിനുള്ളതും കിഡ്നിക്ക് ഹാർട്ടിന് അതുപോലെയൊക്കെ ഉള്ളതൊക്കെയും മേജർ അനോമലീസ് ഈ 14 വീക്സിന് ഉള്ളിലുള്ള സ്കാനിൽ അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെയും സ്ക്രീനിങ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാറുണ്ട്. ഡൗൺ സിൻഡ്രോമിൻ്റെയും മറ്റ് ക്രോമസോമൽ അനോമലീസിൻ്റെയും റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുണ്ട്. ഈ ടെസ്റ്റുകളിലൊക്കെ റിസ്ക് കൂടുതലായിട്ടോ എന്തെങ്കിലും ഈ സോഫ്റ്റ് മാർക്കേഴ്സ് ഉണ്ട് അനോമലീസിനുള്ള, അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് പോകും. അത് നോൺ ഇൻവേസീവ് ഉണ്ട്, ഇൻവേസീവ് ഉണ്ട്. ഇൻവേസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് മദറിൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്നും ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് അതിൻ്റെ ക്രോമസോം ഇവാലുവേഷൻ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. അതിന് അമ്നിയോസെൻറ്റസിസ് ആൻഡ് കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻവേസീവ് കുത്തിയെടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അതല്ലാതെ തന്നെ നോൺ ഇൻവേസീവായിട്ട് മദറിൻ്റെ ബ്ലഡ് സെല്ല് തന്നെ എടുത്തിട്ട് ഫീറ്റൽ അനോമലീസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് വളരെ റീസെൻ്റായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടത്. ഇത് രണ്ടും ഒക്കെ തന്നെയും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ടിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം കണ്ടാൽ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനോമലി സ്കാൻ ഒരു 4.5 മാസം ആകുമ്പോൾ അത് നോക്കും. ഇതിലും എല്ലാം പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ ഫീറ്റൽ എക്കോ, കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഇവാലുവേഷൻ 5 മാസത്തിന് ശേഷമുള്ള സ്കാനിൽ ഇത് നോക്കാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ കോഡ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, എൻ്റെ പേര് രശ്മിയാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. മാരേജ് ആയി 3 വർഷമായി. എനിക്കിപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, പ്രഗ്നന്റ് ആയിട്ടില്ല, അപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് മാഡം പ്രിഫർ ചെയ്തായിരുന്നു. പക്ഷെ അതിലെന്തെന്ന് വെച്ചാൽ എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത പേഷ്യന്റിന് ഷുഗർ ഉണ്ടാവും എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ വല്ല സത്യം ഉണ്ടാവുമെന്ന് ചോദിക്കാനാണ് മാഡത്തിനെ വിളിച്ച് ചോദിക്കുന്നത്. ഇല്ല, മെറ്റ്ഫോമിൻ കഴിച്ചാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ഷുഗർ കുറയ്ക്കും, ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് അത് ഡയബറ്റീസ് ഉണ്ടാക്കില്ല. അത് വെയിറ്റ് കുറയാനും ഇൻസുലിൻ സെൻസിറ്റൈസിങ് ഏജൻറ്റ്, ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാനും ഉപകരിക്കുന്ന ഒരു ഡ്രഗാണ് മെറ്റ്ഫോമിൻ. ഒരിക്കലും ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് ഡയബറ്റീസ് ഉണ്ടാക്കത്തില്ല കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. വൃക്കകൾക്ക് തകരാറുള്ള സ്ത്രീകൾ അമ്മമാരാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വൃക്കകൾക്ക് തകരാറുള്ളത് വളരെ ഗുരുതരമായ ഒരു ശാരീരിക പ്രശ്നമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്രിയാറ്റിൻ ലെവലും റീനൽ ഫങ്ഷനും ഒക്കെ അസസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ അഥവാ ക്രിയാറ്റിൻ ലെവൽ, കിഡ്നി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിൽ പ്രഗ്നൻസി തന്നെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പലപ്പോഴും 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, വൃക്ക മാറ്റി വെച്ചതിന് ശേഷം പ്രഗ്നൻസി ആവാറുണ്ട്. അല്ല, ഗുരുതരമായ വൃക്ക രോഗങ്ങളുള്ളവർ റീനൽ ഫെയിലിയറിലാണെങ്കിൽ അതായത് കിഡ്നി നോർമലായിട്ട് പ്രവർത്തിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ആവാൻ പാടില്ല. നിരവധി തവണ അബോർഷൻ ഉണ്ടായ സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അങ്ങനെയുള്ളവർ ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം അവരുടെ പ്രഗ്നൻസീസ് പ്ലാൻ ചെയ്തിട്ട് വേണമാകാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോർഷൻ ആയത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പല കാരണങ്ങൾ കൊണ്ട് അബോർഷൻസ് ഉണ്ടാകാം. അതെന്തുകൊണ്ടായി എന്നുള്ളത് ആ പ്രീവിയസ് അബോർഷൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഡോക്ടറെ കാണിക്കുകയും ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഒക്കെയും പലപ്പോഴും പല ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ക്രോമസോമൽ പ്രോബ്ലംസ്, പേരൻസിൻ്റെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നോക്കണം. വളരെ കോമൺ കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടോഇമ്യൂൺ ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബോഡീസ് പ്രഗ്നൻസിയിൽ റിക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രീൻ ചെയ്യണം.
പിന്നെ യൂട്രസിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. ഫൈബ്രോയിഡ്സോ സെപ്റ്റമോ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നല്ലൊരു ശതമാനം കേസിലും കാരണങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ കുറേ കേസുകൾ നമുക്ക് എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഗർഭാവസ്ഥയിലെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്ത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ റഫീഖയാണ് ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയത്. നന്ദി, നമസ്കാരം.